ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കാന്താരി നടാൻ പോവുകയാണ്. ഞാൻ വീട്ടിൽ പോയപ്പോൾ അവിടെ തൊടിയിലൊക്കെ നിറയെ കാന്താരി തൈ ഉണ്ട് നിൽക്കണം. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു 5 തൈ പറിച്ച് കൊടുന്നതാണ്. അത്യാവശ്യം വലിയ തൈയാട്ടോ, ചെറിയ തൈയൊന്നുമല്ല. ഈ മഴക്കാലമായതുകൊണ്ട് നമുക്ക് വേഗം പിടിച്ച് കിട്ടുമല്ലോ കാന്താരി എന്ത് വെച്ചാലും. എൻ്റെ കാന്താരി നടുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. ഞാനിതാ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കുറേ കരിയില ചട്ടികളിൽ നിറച്ച് വെച്ചിരുന്നു. അതിലൊരു ചട്ടിയാണിത് കേട്ടോ. ഇതാ ഒക്കെ മണ്ണായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ചട്ടിയിലാട്ടോ ഞാൻ ഇന്ന് എൻ്റെ കാന്താരി വെക്കാൻ പോണേ. ഒന്നത് നല്ലോണം ഒന്നിട്ട് മേൽഭാഗം ഒന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിടണം. ഈ കരിയലിൻ്റെ മുകളിൽ അതിലാണ് നമ്മൾ പിന്നെ ഈ തൈകളൊക്കെ വെക്കണത് കേട്ടോ. ഇതിപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ഈ ചട്ടി ഇങ്ങനെ കൊടുന്ന് വെച്ചിട്ട് ഇപ്പോൾ മഴ ആയതുകൊണ്ട് വേഗം ഇതായിട്ടുണ്ട്, നനഞ്ഞിട്ട് വേഗം മണ്ണായി വന്നിക്കണം. അപ്പോൾ ആ ചട്ടിയിൽ ഇതാ കുറച്ച് മണ്ണിടുകയാണ് ഞാൻ. ഒക്കെ നല്ല നനഞ്ഞ മണ്ണാണല്ലോ മഴ ആയതുകൊണ്ടേ. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പ്രത്യേകിച്ചൊരു വളമൊന്നും നമ്മളിപ്പോൾ അടുത്തൊന്നും ഇതിന് ഇട്ട് കൊടുക്കില്ല. കുറേ കഴിഞ്ഞിട്ട് ഇനി ഇതിന് വളം ഇട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ ഈ ചാണകപ്പൊടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലാണ് ഞാൻ ഈ തൈകൾ വെക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ കാന്താരി കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് പറിച്ചു കൊടുന്ന് അങ്ങനെ രാത്രിയാണ് വന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കപ്പിൽ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു വാടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഈ ചട്ടിയിൽ ഞാൻ എൻ്റെ 2 തൈയാണ് ഓരോ ചട്ടിയിലും വെക്കണം കേട്ടോ. നമ്മൾ 5 തൈ ഇടുന്നത് 5 ചട്ടിയിലാണ് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓരോ ചട്ടിയിലും 2 എണ്ണം വെച്ചിട്ട് വീതമാണ് വെക്കണത്. ഇനി ഒന്ന് പോയാലും ഒന്നുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വെക്കണത്. പിന്നെ 5 ചട്ടി മുടക്കും വേണ്ടല്ലോ. ഞാൻ ഈ കാന്താരി കഥ നട്ടു. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം. പിന്നെ അതാ ഞാൻ കുറച്ച് കാടും പൊന്തിയൊക്കെ പറിച്ചു കൊടുക്കുന്നതിന് മുകളിൽ കുറച്ച് പച്ചലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വളമായി കഴിഞ്ഞാൽ നല്ലൊരു വളമാവും ഇത് ചീഞ്ഞാൽ. അപ്പോൾ ഈ കാടും പൊന്തിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ അതങ്ങനെ കിടക്കും. പെട്ടെന്ന് ഇത് ചീഞ്ഞ് വളമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണേ. അങ്ങനെ ഒരു ചട്ടി റെഡി ആയിട്ടോ. ഇതേമാതിരി ഇനി 3 ചട്ടിയിലാണ് ഞാൻ നടുന്നത്. ഇതേമാതിരി തന്നെ നമ്മൾ മറ്റേ 2 ചട്ടിയിലും നടാൻ പോവുകയാണ്. പിന്നെ മണ്ണ് ഇട്ടു, അതിൻ്റെ മുകളിൽ ചാണകപ്പൊടി ഇട്ടു. ഇതിലും ഞാൻ 2 തൈയാണ് വെക്കണത്. ഇതിൻ്റെ മുകളിലും പൊന്തൊക്കെ ഇട്ട് ഇതാ പച്ചലയും പൊന്തിയും കാടൊക്കെ പറിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതാ മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കിയാണ് കേട്ടോ. അങ്ങനെ 3 ചട്ടിയും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കാന്താരി കേട്ടോ. 3 ചട്ടിയിലും ഞാൻ കാന്താരി ഇട്ട് വെച്ചിട്ടുണ്ട്. കുറേശ്ശെ വെള്ളം വരും കേട്ടോ. മഴയാണ്, എന്നാലും നമ്മൾ ഇപ്പോൾ മഴ ഇല്ലല്ലോ, ഇനി വാടണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇത്തിരി വെള്ളം ഇതിൻ്റെ മേലെ കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.